21-ാം നൂറ്റാണ്ടിലെ ആദ്യ കാൽ നൂറ്റാണ്ടിലെ അവസാനത്തെ ക്രിസ്മസ് പ്രോഗ്രാമാണ് ഈ വർഷം എത്തിച്ചേർന്നിരിക്കുന്നത്. നന്മയുടെ, പ്രതീക്ഷയുടെ, പ്രകാശത്തിൻ്റെ, വഴിവിളക്കിൻ്റെ, വഴികാട്ടിയുടെ, ക്ഷമയുടെ, ജ്യോതിശാസ്ത്രത്തിൻ്റെ പൂർണ്ണതയിൽ പൊന്നുതമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ക്രിസ്മസ്. മധ്യ തിരുവിതാംകൂറിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിച്ച് മുന്നേറുന്ന പെരുവന്താനം സെൻറ് ആനീസ് കോളേജിൻ്റെ പേരിലുള്ള ഏറ്റവും സ്നേഹത്തോടെ, ഏറെ വിനയത്തോടെ ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ ആദരവോടെ ഞങ്ങൾ നേരുകയാണ്. 2-3 ചിന്തകൾ ഈ ക്രിസ്മസ് ദിനത്തിൽ പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ജോൺ റസ്കിൻ്റെ അൻഡു ദിസ് ലാസ്റ്റ് എന്ന് വിളിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ കാതലും കാമ്പുമാണ് റെസ്പെക്റ്റ് ഈച്ച് അതർ. ബഹുമാനത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ, പരസ്പര സഹവാസത്തിൻ്റെ അർത്ഥങ്ങളാണ് ഈ പുസ്തകം പറഞ്ഞു വച്ചിരിക്കുന്നത്. ഉണ്ണിയേശു പിറന്നു വീണപ്പോൾ രാജാക്കന്മാർ അതീവ വിനയത്തോടെ പൊന്നും മീറയും സ്വർണവുമൊക്കെയായി എത്തി ആ കുഞ്ഞിളം പാദങ്ങളിൽ വണങ്ങി നിന്നതിൻ്റെ ഓർമ്മ കൂടിയാണ്. ഈ ബഹുമാനം, പരസ്പരമുള്ള ബഹുമാനത്തിൻ്റെ ഓർമ്മ ഈ ദിനത്തിൻ്റെ പ്രത്യേകതയാണ്. രണ്ടാമതായി, നമ്മൾ നന്മയുടെ പ്രകാശം പരത്തുന്നവരായി മാറാൻ സാധിക്കണം. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ സൂര്യൻ ഭയങ്കര സങ്കടത്തിലായി. ആരാണ് ഞാൻ അസ്തമിച്ച് കഴിയുമ്പോൾ പ്രകാശം കൊടുക്കുന്നത്? ഉടനെ ചന്ദ്രൻ പറഞ്ഞു, ഞാനുണ്ടല്ലോ, ഞാൻ എന്നാലാവും വിധം പ്രകാശം കൊടുക്കാം. അപ്പോൾ ചന്ദ്രനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാർമേഘം വന്ന് മൂടിക്കളഞ്ഞു. ഉടൻ നക്ഷത്രങ്ങൾ പറഞ്ഞു, ചന്ദ്രൻ്റെ വിലാപം കേട്ടപ്പം നക്ഷത്രങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രകാശം പരത്താം. കുറച്ച് കഴിയുമ്പം ഈ കാർമേഘങ്ങൾ നക്ഷത്രത്തെയും മങ്ങിക്കളഞ്ഞു. ഉടൻ നക്ഷത്രങ്ങളും ചന്ദ്രനും വിലാപം നടത്തിയപ്പോൾ മിന്നാമിനുങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. മിന്നാമിനുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കാവും വിധം പ്രകാശം ഈ ഭൂമിയിൽ ഞങ്ങൾ പരത്താം. ഈ ക്രിസ്മസ് ദിനത്തിൽ ഓരോ സഹോദരീ സഹോദരന്മാരും ഓർമ്മിക്കേണ്ടത്, നമ്മളാൽ ആവും വിധം പ്രകാശം പരത്തുവാൻ സാധിക്കുന്ന ഓർമ്മയുടെ ദിവസമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. ടോൾസ്റ്റോയുടെ അന്ന കരീന എന്ന് വിളിക്കുന്ന പുസ്തകം, ഈ അന്ന കരീന എന്ന് വിളിക്കുന്ന പുസ്തകത്തിൻ്റെ കാതൽ എന്ന് വിളിക്കുന്നത് ദൈവരാജ്യം മറ്റെങ്ങും അന്വേഷിക്കേണ്ട, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ ലോകത്തിലാണ് ഈ ദൈവരാജ്യം കുടികൊള്ളുന്നത്. ഈ ദൈവരാജ്യത്തെ പരസ്പര സ്നേഹത്തോടെ കാണുമ്പോൾ എല്ലാം സമാധാനപൂരിതമായി മാറും എന്നാണ് ഈ പുണ്യ നിമിഷത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അടുത്തത്, ക്രിസ്മസിൻ്റെ ചിന്ത എന്ന് വിളിക്കുന്നത് വിനയത്തിൻ്റെയും എളിമയുടെയും പാദസ്മരണകൾ ഉണർത്തുന്ന ദിവസമാണ്. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു വച്ചിരിക്കുന്നു, നമ്മുടെ വിനയം വലുതാവുമ്പോൾ വളർച്ചയിൽ എത്തിച്ചേരാൻ സാധ്യമാകും. അതുകൊണ്ട് വിനയത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ചും പൊന്നു തമ്പുരാൻ പുൽക്കൂട്ടിലാണ് പിറന്നത് എന്നത് നമ്മളോട് നൽകുന്ന സന്ദേശം, എളിമയും വിനയവും പൂർണ്ണതയിലെത്തുമ്പോഴാണ് നാമും പൂർണ്ണ വളർച്ചയിലെത്തുന്നത്. അടുത്തതായി, അഹങ്കാരം വെടിയണം എന്നുള്ള ഓർമ്മയാണ്. ദൈവം തമ്പുരാൻ ജനിച്ചു വീണത് വളരെ എളിയ സാഹചര്യങ്ങളിലേക്കാണ് എന്നുള്ളത് ഇത്തരണത്തെ നമ്മൾ ഓർക്കുമ്പോൾ, ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് കുതിരപ്പുറത്ത് മാമ്പഴങ്ങളുമായി പോയ ഒരു സൈനികൻ ഒരു വൃദ്ധനോട് ചോദിച്ചു, അടുത്ത ഗ്രാമത്തിൽ എത്തിച്ചേരാൻ എത്ര സമയമെടുക്കും? അദ്ദേഹം പറഞ്ഞു, വേഗം പോവുകയാണെങ്കിൽ 7 മണിക്കൂറും, പതിയെ പോവുകയാണെങ്കിൽ, സാവധാനം പോവുകയാണെങ്കിൽ 4 മണിക്കൂറും. ഉടൻ ഈ സൈന്യാധിപൻ ചോദിച്ചു, എന്ത്, വേഗം പോയാൽ 7 മണിക്കൂറും സാവധാനം പോയാൽ 4 മണിക്കൂറുമോ? അദ്ദേഹം പറഞ്ഞു,
വേഗന്ന് പോകുമ്പോൾ, തിടുക്കത്തിൽ പോകുമ്പോൾ താങ്കളുടെ കൊട്ടയിൽ നിന്നും മാമ്പഴങ്ങൾ താഴെ വീഴും. അത് തിരിച്ച് പെറുക്കിയെടുക്കാൻ വേണ്ടി അങ്ങ് നിൽക്കുമ്പോൾ അങ്ങയുടെ സമയം പോകും. അതുകൊണ്ട് സാവധാനം പോയാൽ 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ സാധ്യമാകും. ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സാവധാനത്തിൻ്റെ, ക്ഷമയുടെ ഓർമ്മകളാണ്, പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. മിന്നാമിനുങ്ങിനെ പറ്റി നമ്മൾ ഏറെ കഥകൾ കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞൻ ജീവിയായിരുന്നു മിന്നാമിനുങ്ങ്. ഒരു ദിവസം അത് കൂടിൻ്റെ പുറത്തിറങ്ങി നോക്കുമ്പോൾ, നല്ല മഞ്ഞണിഞ്ഞ ഒരു പ്രഭാതത്തിൽ നോക്കുമ്പോൾ ധാരാളം ആളുകൾ എങ്ങോട്ടോ യാത്ര ചെയ്യുന്നു. പ്രത്യേകിച്ചും രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്യുന്നു. ഈ കുഞ്ഞൻ ജീവി തൻ്റെ അമ്മയോട് ചോദിച്ചു, എന്താണ് ഈ ആളുകളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഈ കാണുന്ന കുന്നിൻ്റെ അങ്ങേ ചെരുവിൽ ഒരു ലോകരക്ഷകൻ പിറന്നിരിക്കുന്നു. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകളെല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞൻ ജീവി പറഞ്ഞു, എനിക്കും അവിടെ പോകണം, ഈ ദൈവതമ്പുരാനെ എനിക്കും കാണണം. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, നിനക്ക് ഇത്രയും ദൂരം പറന്നു പോകാൻ സാധിക്കില്ല. കൂടാതെ നിനക്ക് അവിടെ ചെല്ലുമ്പം കാണിക്കയെ സമർപ്പിക്കുവാൻ നിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ കുഞ്ഞൻ ജീവി പറഞ്ഞു, ഞാനൊരു ഗോതമ്പ് മണി കാത്തു വെച്ചിട്ടുണ്ട്. ഈ ഗോതമ്പ് മണിയുമായി ആ പ്രഭാതത്തിൽ തന്നെ കുഞ്ഞൻ ജീവി യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിയിൽ മഞ്ഞ് വീണ് കിടക്കുന്ന മഞ്ഞടിഞ്ഞ പ്രകൃതിയെ അത് തരണം ചെയ്ത് ഈ കുഞ്ഞിളം പാദങ്ങളുമായി കൈകാലിട്ടടിക്കുന്ന ഈ ഉണ്ണീശോയുടെ അടുത്തെത്തി എന്നാണ് കഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന ഈ ഗോതമ്പ് മണി അവിടെ സമർപ്പിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഈ ജീവിയെ തൊട്ട് തലോടി. അപ്പോൾ ഈ ജീവിക്ക് മിന്നുന്ന ഒരു അവയവം കൂടി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രത്യാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോയി തങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ആഗ്രഹത്തോടു കൂടി മുന്നേറിയപ്പോൾ പ്രകാശം പരത്തുന്ന മിന്നാമിനുങ്ങിന് ജനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പാഠം. ഈ ക്രിസ്മസ് കുറ്റപ്പെടുത്തലിൻ്റെതല്ല, പകരം പരസ്പരം ക്ഷമയുടെ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഡയറി എഴുതാൻ തീരുമാനിച്ചു. ഭാര്യ ഭർത്താവിൻ്റെ കുറ്റങ്ങളെല്ലാം ഡയറിയിൽ എഴുതും, ഭർത്താവ് ഭാര്യയുടെ കുറ്റങ്ങളെല്ലാം എഴുതും. അങ്ങനെ 1 മാസം പിന്നിട്ടപ്പോൾ ഭാര്യയുടെ ഡയറി 2 എണ്ണം തീർന്നു. അങ്ങനെ 2 പേരും ഡയറി ആ മാസത്തിൻ്റെ അവസാനം എടുത്ത് പരിശോധിച്ചു. ഭർത്താവിൻ്റെ ഡയറിയിൽ ഒരു കുറിപ്പുമില്ല. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താണ് അങ്ങയുടെ ഡയറിയിൽ മാത്രം എൻ്റെ ഒരു കുറ്റവും എഴുതിയിട്ടില്ലല്ലോ? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിൻ്റെ കുറ്റം ഇല്ലാഞ്ഞിട്ടല്ല, പകരം നീ എടുക്കുന്ന ത്യാഗപൂർവമായ സേവനങ്ങളും എന്നെ പ്രതിയുള്ള പരിഗണനകളും മാനിക്കുമ്പോൾ നിൻ്റെ കുറ്റങ്ങളൊന്നും ഒരു കുറവുകളുമല്ല. ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരസ്പരം കുറ്റങ്ങളെപ്പറ്റി അന്വേഷിച്ച് നടക്കാതെ അവയിലെ നന്മ കണ്ടെത്തുക എന്ന ഓർമ്മപ്പെടുത്തലാണ് എന്ന ഇത്തരണത്തിൽ നമുക്ക് ബോധ്യമുണ്ട്. അടുത്തതായി തന്നാലാവും വിധം ചെയ്യുക എന്നുള്ളതാണ്